നാടിൻ്റെ നോവായി രഞ്ജിത. മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ ഇളയ സഹോദരൻ DNA പരിശോധനയ്ക്കായി അഹമ്മദാബാദിലേക്ക് തിരിച്ചു. മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിൽ ആയതിനാൽ തിരിച്ചറിയുവാൻ DNA പരിശോധന അനിവാര്യമാണ്. മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാകുമെന്ന് ഇന്നലെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു. വിദേശത്തുള്ള രഞ്ജിതയുടെ മൂത്ത സഹോദരൻ ഇന്ന് നാട്ടിലെത്തും. രണ്ടു മക്കളും രോഗിയായ അമ്മയുമാണ് വീട്ടിലുള്ളത്. ആഗ്രഹങ്ങളൊക്കെയും പാതിവഴിയിൽ ബാക്കി വെച്ചാണ് രഞ്ജിതയുടെ വേർപാട്. ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലെത്തുക രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമാവും. വൈകിട്ടോടെ മരണം സ്ഥിരീകരിച്ചുവെങ്കിലും ആ വിവരം മക്കളായ ഇന്ദുചൂടനെയും ഇതികയെയും അറിയിച്ചിരുന്നില്ല. അമ്മ കയറിയ വിമാനം അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് അലറിക്കരഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ ഉഴലുകയാണ് ആ വീട്ടിലെത്തിയവർ. 5 വർഷം മുമ്പ് മസ്കത്തിലേക്ക് പോയ രഞ്ജിത അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു. 1 വർഷം മുമ്പാണ് കുടുംബ വീടിന് സമീപം പുതിയ വീടിന് തറക്കല്ലിടുന്നത്. അതിനിടെ UK-യിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലെത്തി. ഇവരെ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലും ഇരവിപേരൂർ OEM സ്കൂളിലും ചേർത്ത് അമ്മ തുളസിക്കുട്ടിക്കൊപ്പം നിർത്തി മടങ്ങി. വീട് പണി തീർത്ത് എത്രയും വേഗം അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം നിൽക്കുവാൻ നാളുകളെണ്ണി കാത്തിരിക്കുകയായിരുന്നു രഞ്ജിത. ഒമാനിൽ നഴ്സായിരുന്ന രഞ്ജിതയ്ക്ക് 1 വർഷം മുമ്പ് UK-യിൽ ജോലി ലഭിച്ചിരുന്നു. ജോലിയിൽ പ്രവേശിച്ച രഞ്ജിതയ്ക്ക് വൈകാതെ കേരള PSC വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ജോലി ലഭിച്ചിരുന്നു. ഇതോടെ UK-യിലെ ജോലി അവസാനിപ്പിച്ച് മടങ്ങാനായിരുന്നു പദ്ധതി. ഇതിൻ്റെ ഭാഗമായാണ് 4 ദിവസത്തെ എമർജൻസി ലീവിന് നാട്ടിൽ വന്നത്. റിലീവിംഗ് ലെറ്റർ വാങ്ങി ലണ്ടനിൽ നിന്ന് തിരികെ വരുവാനായിരുന്നു പദ്ധതി. ലണ്ടനിലേക്ക് പോകുവാനായി കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത്. അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടമുണ്ടായത്. രഞ്ജിതയുടെ അപകട വാർത്തയറിഞ്ഞ ബന്ധുമിത്രാദികളുടെ പ്രതികരണങ്ങളിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് പോയി, അവിടെ നിന്ന് ചെന്നൈക്ക് പോയി. ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുമെന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ UK-യിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മുൻപ് ഗൾഫിലായിരുന്നു. അപ്പോൾ UK-യിൽ നിന്ന് 3 ദിവസത്തേക്കാണ് ഈ ജോലി ലഭിച്ചത് ബന്ധപ്പെട്ട് സർക്കാർ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട് കൊടുത്ത് ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ചെയ്ത് തിരികെ നാട്ടിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോയെന്നാണ് വീട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ അറിയില്ല. പക്ഷേ വീട്ടിലെ അമ്മയും ആ കുട്ടിയുടെ മക്കളുമാണ് ഇവിടെയുള്ളത്. മൂത്ത മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പുല്ലാട് SHS മോള് OEM സ്കൂളിൽ 7ൽ. അങ്ങനെ ഒരു അപകടം അത് സ്ഥിരീകരണം ആയിട്ടില്ല, ഔദ്യോഗികമായിട്ട് അറിയത്തില്ല. നമ്മൾ ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയത്തില്ല. അതിൽ നമുക്കൊന്നും അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ രഞ്ജിത എന്ന് പറയുന്ന രഞ്ജിത നായർ എന്ന് പറയുന്ന ഏത് കുട്ടിയാണ്, അച്ഛന്റെ പേര് മാത്രമേ ആദ്യം വന്നുള്ളൂ, ഗോപകുമാർ നായർ. അപ്പൊ ഞങ്ങളെല്ലാവരും ആ പടം അങ്കലാപ്പില്ല. ഇതാരാ ഈ വാർത്ത ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മുട്ടുമൺ സ്വദേശിയാണെന്നും പുല്ലാട് സ്വദേശിയാണെന്നും അറിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം എല്ലാ സുഹൃത്തുക്കളുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അങ്ങനെ ഓരോരുത്തർ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്നലെയാണ് ഇവള് പോയതെന്നും. ഞങ്ങൾ തൊട്ടടുത്തുള്ള, ഞാൻ ഇതിനപ്പുറമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മുൻ വാർഡ് മെമ്പർ കൂടാണ്. അപ്പോഴാണ് ഓടി ഞങ്ങൾ വന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നപ്പം ഇതുപോലെ തന്നെ നിങ്ങളും വരുന്നു. അപ്പോൾ വന്നപ്പോഴാണ് ഇതിന്റെ ഗുരുതരാവസ്ഥ നമുക്ക് ഇത്രയും വലിയ അപകടമാണെന്നുള്ളത് നമ്മൾ TV കൂടെ കണ്ടു. ഒരു അറിയിപ്പ് കിട്ടിയില്ലെങ്കിൽ, കാരണം ഇതിപ്പോ സ്വാഭാവികമായിട്ടും കുടുംബം വളരെ വലിയ ഭയത്തിലാണ്. സ്വാഭാവികമായിട്ടും കൊച്ചുകുട്ടികൾ അടങ്ങുന്ന വീടാണ്. അമ്മയും കൊച്ചുകുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഈ പ്രദേശത്ത് എല്ലാവരും ആകെപ്പാടെ ഒന്ന് ഭയന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് നിജസ്ഥിതി അറിയാത്തതിന്റെ പേരിൽ ഒരു ഭയം നേരിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥിരീകരണം ആവശ്യമാണ്. അപ്പോൾ അത് നല്ല വാർത്തകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഫാമിലിയെ വിസിറ്റ് ചെയ്തു, അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം സഹോദരൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ഗുജറാത്തിലുള്ള അവിടുത്തെ ഓഫീസേഴ്സ് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ പോസ്റ്റായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് ചേർത്ത് നമ്മൾ ഒഫീഷ്യലി അവിടുത്തെ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവരുടെ ഏതെങ്കിലും ഇവർക്കിപ്പം കൊണ്ടുപോയ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ പറഞ്ഞ
സഹോദരന് വസ്ത്രം ഏതാണെന്നോ അല്ലെങ്കിൽ ബാഗോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരൻ ആരെങ്കിലും ഗുജറാത്തിൽ പോയി ഇപ്പം അവിടെയുള്ള ബോഡിയെല്ലാം ഒരു DNA സാമ്പിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ DNA സാമ്പിളിങ് ചെയ്തിട്ട് സഹോദരൻ പോയി അദ്ദേഹത്തിൻ്റെ സാമ്പിൾ കൊടുത്ത് മാച്ച് ചെയ്ത ശേഷം അതിൽ നിന്ന് മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോഡി വിട്ടു തരുന്നതെന്നാണ് ഗുജറാത്തിൽ നിന്നും ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. ബാക്കി അത് ചീഫ് സെക്രട്ടറി എന്നത് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സഹോദരൻ നാളെ ഗുജറാത്തിലേക്ക് പോകാനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഒഫീഷ്യൽ പ്രൊസീജിയറൊക്കെ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായി. സർക്കാർ ലെവലിൽ തന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്യും. ഇന്നലെ ഇയാളെ യാത്ര അയക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് തിരുവല്ല ട്രെയിന് നെടുമ്പാശ്ശേരി പോയിട്ട് അവിടുന്ന് ചെന്നൈക്കായിരുന്നു. അപ്പം എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ TV-യിൽ ഒരു ന്യൂസ് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇവള് പോയത് ചെന്നൈയിൽ നിന്നാണ്. ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത് എൻ്റെ വീട് തൊട്ടടുത്ത് എൻ്റെ പെങ്ങളുടെ മകൾ. അപ്പം ഇന്നലെ യാത്ര അയച്ച ഇപ്പം ആ സമയമായപ്പോൾ ഈ വരാം. അപ്പം ചെന്നൈയിൽ നിന്ന് ഇത് അഹമ്മദാബാദിൽ നിന്നാണല്ലോ ഇവളുണ്ടാകത്തില്ലെന്ന് അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇവരുടെ അന്ന് പാസഞ്ചേഴ്സിന്റെ പേര് അങ്ങനെ എടുത്തപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി. 1 മാസം മുമ്പ് വന്നിട്ട് പോയത്. അപ്പോൾ ഈ ഒരു പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടി 4 ദിവസത്തേക്ക് വന്നത്. മൂത്ത ആൾ ഈ വർഷം 10, രണ്ടാമത്തെ ആൾ 6. ഇവിടെ ചേർത്ത ഈ വർഷം മുതൽ. ഇപ്പം മുത്തശ്ശി മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഈ വീട് പണിയും കഴിയുമ്പോഴത്തേക്ക് പോരാനുള്ള സെറ്റിൽമെന്റിലായിരുന്നു. കഴിഞ്ഞ ഓണാഘോഷത്തിന് രഞ്ജിത പാടിയ ഒരു പാട്ട് രഞ്ജിതയുടെ സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് കാണുക. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യാൽ വിരിയണ മലനാട്, വേലയും പൂരവും കൊടിയേറിൻ കാവിൽ വെളിച്ചപ്പാടുരയണ വള്ളുവനാട്, ഒരു വിളി പെണ്ണായി ചമഞ്ഞൊരുങ്ങും നല്ലൊരു നാട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.